Hello, learners. Good morning, everyone. Myself, Mohammed Ansar CH, Assistant Professor, PG Department of Commerce, GEMS Arts and Science College. Today, we are going to discuss the topic what is contract and what are the different types of contract. As a part of our BCom curriculum, the topic covered by the paper business regulations. My dear learners, before going to discuss the topic, we should aware about one thing. What is law? In legal terminology, law means rules and regulations, which regulates our relations with other individuals and with the state. Then what are the different branches of law? In India, the entire law classified into five types that are constitutional law, administrative law, civil law, criminal law, and business or mercantile law. In India, all acts and all laws are classified into five types that are constitutional law, administrative law, criminal law, civil law, business or mercantile law. Then we are moving to business or mercantile law. What is business law? Business law is a branch of law which applicable to trade, commerce and industry. Business law is a set of rules which regulates the commercial transactions of the business. Business law is helps to businessmen various aspects such as how to buy, how to sell, how to enter a contract, how to terminate a contract and other things. Then we are discuss about what are the things included in the business law. Business law includes Indian Contract Act, Negotiable Instrument Act, Sale of Goods Act, Partnership Act, Consumer Protection Act, Factories Act, Companies Act, and other acts. Our topics, what is contract and what are the different types of contract? This topic clearly specified in Indian Contract Act 1872. So we are moving to Indian Contract Act 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ബിസിനസ് ലോ ആണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. എന്താണ് ഒരു കോൺട്രാക്ട്, എങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, എങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ നമുക്ക് പിന്മാറാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ഒരു കോൺട്രാക്റ്റ് നിയമപരമായിട്ട് സാധ്യമാവുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ എന്താണ് ഒരു കോൺട്രാക്ട് എന്നുള്ളത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു കോൺട്രാക്ട്. എന്താണ് ഒരു കോൺട്രാക്ട്? എ കോൺട്രാക്ട് ഈസ് എസെൻഷ്യലി ആൻ എഗ്രിമെന്റ് ദാറ്റ് ഈസ് ലീഗലി എൻഫോഴ്സിബിൾ. ഒരു എഗ്രിമെന്റിന് നിയമപരമായിട്ടുള്ള സാധ്യത ലഭിക്കുമ്പോൾ അത് എന്തായിട്ട് മാറി? അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറി. അങ്ങനെ നിയമപരമായിട്ടുള്ള സാധ്യതകൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീഗൽ എൻഫോഴ്സിബിലിറ്റി ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് സെർട്ടൈൻ കണ്ടീഷൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 പറയുന്നത് പോലുള്ള എല്ലാ ലീഗൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു എഗ്രിമെന്റ് എന്താവുകയുള്ളൂ, ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയുള്ളൂ. ദെൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 പറയുന്ന സർട്ടൻ കണ്ടീഷൻസ് ആണ്. ഒന്ന് ഓഫർ, അതുപോലെ അക്സെപ്റ്റൻസ്, ആ ഒരു കോൺട്രാക്റ്റിന് ലോഫുൾ കൺസിഡറേഷൻ വേണം, ലോഫുൾ ഒബ്ജക്റ്റ് വേണം, അതുപോലെ ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളും സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം സമ്മതപ്രകാരത്തോടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ ആ രണ്ട് വ്യക്തികൾ നിയമപരമായിട്ട് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കണം. കോമ്പീറ്റൻസി ഓഫ് പാർട്ടീസ് എന്ന് പറയും. അതുപോലെ തന്നെ എന്തായിരിക്കണം, അവർക്കിടയിൽ ലീഗൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്. കോൺട്രാക്റ്റിന് മെയിനായിട്ട് 3 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു വാലിഡിറ്റി ഓർ എൻഫോഴ്സിബിലിറ്റി, അതിൻ്റെ നിയമസാധ്യതയുടെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഫോർമേഷൻ, അതിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അക്കോർഡിംഗ് ടു പെർഫോമൻസ്, അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വി ആർ മൂവിങ് ടു എൻഫോഴ്സിബിലിറ്റി. എൻഫോഴ്സിബിലിറ്റിൻ്റെ ബേസിൽ കോൺട്രാക്റ്റിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്സ്, വോയിഡബിൾ കോൺട്രാക്ട്സ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്, ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട്സ്. എന്താണ് ഒരു വാലിഡ് കോൺട്രാക്ട്? ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുക.
അതായത് സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള എല്ലാ എസെൻഷ്യൽസും കണ്ടീഷൻസും ഫോളോ ചെയ്യുന്ന അതല്ലെങ്കിൽ ഫോളോ ചെയ്ത് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ലഭിച്ച കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, വാലിഡ് കോൺട്രാക്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 100% ലീഗാലിറ്റി ഉള്ള ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്, വാലിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വോയിഡ് കോൺട്രാക്ട്, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് വാലിഡ് കോൺട്രാക്ട്. നിയമപരമായിട്ട് സാധ്യതകൾ ഇല്ലാത്ത കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുക. മേ ബി സെക്ഷൻ 10 ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കണ്ടീഷൻസിൽ ഒന്നോ അതിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ കണ്ടീഷൻസ് ഫോളോ ചെയ്യാത്ത കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എന്ത്, കോമ്പീറ്റൻസി മൈനറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യൻ നിയമം നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. ഇൻ കേസ് ആരെങ്കിലും മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെക്ഷൻ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സ്പെസിഫൈ ചെയ്യുന്ന കോമ്പീറ്റൻസി അവിടെ വയലേറ്റ് ചെയ്തു. സോ ആ ഒരു കോൺട്രാക്ട് എന്തായിട്ട് മാറും, വോയിഡ് കോൺട്രാക്ട് ആയിട്ട് മാറും. അതിനവിടെ ലീഗൽ വാലിഡിറ്റി ഇല്ല. ദെൻ നെക്സ്റ്റ്, വോയിഡബിൾ കോൺട്രാക്ട്സ്. എന്താണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. ഇവിടെ വോയിഡും അതുപോലെ വാലിഡും ഉള്ള മിക്സിംഗ് ആണ്. തുടക്കത്തിൽ ഈ കോൺട്രാക്ട് വാലിഡ് കോൺട്രാക്റ്റും പിന്നീട് അത് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നതുമാണ്. അതുമല്ലെങ്കിൽ ഇത് മറ്റൊരു രീതിയിൽ പറയാം, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വാലിഡ് കോൺട്രാക്റ്റും മറ്റൊരു പാർട്ടിയെ സംബന്ധിച്ച് അത് വോയിഡ് കോൺട്രാക്റ്റും ആകുന്ന സിറ്റുവേഷനാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു, ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നമ്മൾ റിട്ടേൺ ഫോമിൽ ആ ഒരു കോൺട്രാക്റ്റ് എഴുതി രണ്ടുപേരും സൈൻ ചെയ്തു. ഇത് മൂന്നാമതൊരാൾ അറിയുന്നത് വരെ അതല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ, അതിൽ നിയമപരമായിട്ട് യാതൊരു തടസ്സങ്ങളുമില്ല, ഡേറ്റ് ഉണ്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതിൽ സൈൻ ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യം അറിയില്ല. സോ ഈ അഗ്രീവഡ് പാർട്ടി ആരാണ് ആ ഒരു ചൂഷണത്തിന് ഇരയായത്, അദ്ദേഹം അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത് വരെ അതെന്താണ്, വാലിഡ് കോൺട്രാക്റ്റ് ആണ്. അദ്ദേഹം അത് കൊണ്ടുവരുന്നതോടുകൂടെ കൺസേൺ അതോറിറ്റിയുടെ മുന്നിൽ അത് സ്പെസിഫൈ ചെയ്യുന്നതോടുകൂടെ അതെന്തായി, ആ ഒരു വാലിഡ് കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറി. സോ എന്ത് ചെയ്തു, വാലിഡ് വോയിഡ് ആയിട്ട് ചേഞ്ച് ആയി. അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്, മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ, അത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. ഇങ്ങനെ വാലിഡ് കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്ന കോൺട്രാക്ട്സിനാണ് നമ്മൾ എന്ത് പറയുക, വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടും ചെറിയ ടെക്നിക്കൽ പരമായിട്ടുള്ള ചെറിയ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ കഴിയാത്ത അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മൂവ് ഫോർവേഡ് ചെയ്യാൻ കഴിയാത്ത കോൺട്രാക്ട്സിനെ നമ്മൾ എന്ത് പറയുക, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ആബ്സെൻസ് ഓഫ് സൈനിങ്, അതല്ലെങ്കിൽ ഡേറ്റ് ഇടാൻ മറക്കുക, സൈൻ ചെയ്യാൻ മറക്കുക, അതല്ലെങ്കിൽ സീൽ ചെയ്യാൻ മറക്കുക, സ്റ്റാമ്പ് ചെയ്യാൻ മറക്കുക. ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നതാണ് എന്ത്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് എന്ന് പറയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ്, ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള പോലെ തന്നെ എന്താ, പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഇന്ത്യൻ നിയമപ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു വസ്തു കൺസിഡറേഷൻ ആയിട്ട് നൽകുകയോ അതല്ലെങ്കിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആ ഒരു കോൺട്രാക്റ്റിന്റെ ഒബ്ജക്റ്റീവായിട്ട് വെച്ചുകൊണ്ട് നമ്മളൊരു കോൺട്രാക്റ്റ് എൻ്റർ ചെയ്താലോ അതെന്താണ്, ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ് ആണ്. അതിന് നിയമപരമായിട്ട് യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ് എന്ത്, അത് ഇന്ത്യൻ നിയമപ്രകാരം പ്രൊഹിബിറ്റഡ് ആണെന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാളെ തല്ലാനോ അതല്ലെങ്കിൽ ഒരാളെ കൊല്ലാനോ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുക, സ്വാഭാവികമായിട്ടും ഇന്ത്യൻ നിയമപ്രകാരം അതെന്താണ്, ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. സോ ആ ഒരു കോൺട്രാക്ട് തുടക്കം മുതലേ എന്തായിരിക്കും, അത് തുടക്കം മുതലേ ആ ഒരു കോൺട്രാക്റ്റിന് വാലിഡിറ്റി ഇല്ല. അത്തരത്തിലുള്ള തുടക്കം മുതലേ വാലിഡിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോയിഡ് അബിനീഷോ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ, എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ഓർ കോസി കോൺട്രാക്ട്. ഫസ്റ്റ്, എക്സ്പ്രസ് കോൺട്രാക്ട്. എന്താണ് എക്സ്പ്രസ് കോൺട്രാക്ട്?
ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഓർലി ഓർ റിട്ടേൺ സ്പെസിഫൈ ചെയ്ത കോൺട്രാക്ട്സിനെ നമ്മൾ എന്ത് പറയാം? എക്സ്പ്രസ് കോൺട്രാക്ട്സ് എന്ന് പറയാം. അവിടെ കോൺട്രാക്റ്റിലുള്ള എല്ലാ കണ്ടീഷൻസും അതുപോലെ തന്നെ ഒബ്ലിഗേഷൻസും വളരെ വ്യക്തമായിട്ട് ഓറലിയോ അതല്ലെങ്കിൽ റിട്ടേണോ ആയിട്ടോ ഡിക്ലെയർ ചെയ്യുക, അതല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോൺട്രാക്ട്സിനെ നമ്മൾ എന്ത് പറയുക? എക്സ്പ്രസ് കോൺട്രാക്ട് എന്ന് പറയുക. ദെൻ ഇംപ്ലൈഡ് കോൺട്രാക്ട്. ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്തില്ല, അവിടെ ഒരു എഴുതപ്പെട്ടതോ അല്ലെങ്കിൽ വാക്കാലോ ഉള്ള ഒരു കോൺട്രാക്ട് അവിടെ ഇല്ല. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെർട്ടൻ സിറ്റുവേഷൻസ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കോൺട്രാക്റ്റിലോട്ട് നയിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസഞ്ചർ ബസ്സിൽ കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മൾക്കൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. പക്ഷെ അത് എവിടെയും എഴുതപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ സ്പെസിഫൈ ആയിട്ട് പറയുന്നില്ല. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റോപ്പിലോട്ടാണോ ടിക്കറ്റ് എടുത്തത് ആ കൺസേൺ സ്റ്റോപ്പിൽ നമ്മുടെ അവിടെ ഡ്രോപ്പ് ചെയ്യണം, പ്രോപ്പറായിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് ബസ് ജീവനക്കാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അവിടെ എന്താ, ഹിഡൻ ആയിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ട്. ടിക്കറ്റ് എടുക്കണം എന്നുള്ളതും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് ടിക്കറ്റ് എടുത്തത് ആ ഒരു സ്റ്റോപ്പിൽ നമ്മളെ പ്രോപ്പറായിട്ട് ഇറക്കണം എന്നുള്ളത് എന്തുണ്ട്, അവിടെ ഒരു ഹിഡൻ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഇംപ്ലൈഡ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള കോൺട്രാക്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് കോസി കോൺട്രാക്ട്. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സം സർട്ടൻ സിറ്റുവേഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്റ്റിലോട്ട് നയിക്കുകയാണ്. ഇറ്റ്സ് എ കോൺട്രാക്ട് ക്രിയേറ്റഡ് ബൈ ലോ. ആ ഒരു സംഭവം അതല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഹാപ്പൻ ചെയ്യുന്നത് വരെ നമ്മൾ ഒരു കോൺട്രാക്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ അതല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എഴുതപ്പെടുകയോ വാക്കാൽ പറയപ്പെടുകയോ ചെയ്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്തു? ഒരു പണമടങ്ങിയ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി. സോ എന്ത് ചെയ്യുക? അതുവരെ നമ്മളൊരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്തിട്ടില്ല, വാക്കാൽ പറയുകയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ നമ്മളൊരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ല. സോ ആ ഒരു പേഴ്സ് നമുക്ക് ലഭിക്കുന്നതോടുകൂടെ നമ്മൾ എന്തായി? ഒരു കോൺട്രാക്റ്റിൽ, നിയമപരമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതല്ലെങ്കിൽ നിയമം നമ്മുടെ ഒരു കോൺട്രാക്റ്റിലോട്ട് എന്ത് ചെയ്യുകയാണ്? തള്ളിവിടുകയാണ്. ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് ഒരു വസ്തു കളഞ്ഞു കിട്ടിയാൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ യഥാർത്ഥ ഉടമസ്ഥരെ കണ്ട് അത് അവർക്ക് തിരിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ കൺസേൺ അതോറിറ്റി പോലീസിലോ മറ്റോ നമ്മൾ എന്ത് ചെയ്യണം? അത് ഏൽപ്പിക്കണം. സോ എന്ത് ചെയ്യാണ്? ഇതുപോലെ ഒരു വസ്തു നമുക്ക് കളഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തു? ഒരു കോൺട്രാക്റ്റ് ലോ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളിൽ ഇമ്പോസ് ചെയ്യപ്പെടുകയാണ്. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഉടമസ്ഥരെ കണ്ട് അവർക്ക് തിരിച്ചു നൽകണം, അതല്ലെങ്കിൽ കൺസേൺ അതോറിറ്റിക്ക് അത് തിരിച്ചു നൽകണം എന്നുള്ള ഒരു കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ലോ എന്ത് ചെയ്യാണ്? ഇമ്പോസ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തത്. നോ വൺ ഷുഡ് ഗെയിൻ അറ്റ് ദ ലോസ് ഓഫ് അനദർ പേഴ്സൺ. അതായത് ഒരാളുടെ നഷ്ടത്തിൽ നിന്ന് മറ്റൊരാൾക്ക് ലാഭം ഉണ്ടാക്കാൻ ഒരു കാരണവശാലും ഇന്ത്യൻ നിയമം എന്ത് ചെയ്യൂല? അനുവദിക്കുന്നില്ല എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത്തരം കോൺട്രാക്ട്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസി കോൺട്രാക്ട്സ് എന്ന് പറയുക. ഇപ്പോൾ ഒരു ഗുഡ്സ് കളഞ്ഞു കിട്ടിയത് മാത്രമല്ല, ഇൻ കേസ് ഡെലിവറി സമയത്ത് അതല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള ഡെലിവറി ബോയ്സ് എന്ത് ചെയ്യാം? ഗുഡ്സ് മാറി അല്ലെങ്കിൽ കൺസ്യൂമർ മാറി നമുക്ക് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒന്നുകിൽ അവരെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം, അതല്ലെങ്കിൽ കൺസേൺ ആരാണോ അതിൻ്റെ യഥാർത്ഥ കസ്റ്റമർ അവരെ കണ്ടെത്തി അവർക്ക് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളത് എന്താണ്? അവിടെ ഒരു കോസി കോൺട്രാക്റ്റ് ആണ്. നെക്സ്റ്റ് വി ആർ ഡിസ്കസ് അബൌട്ട് അക്കോർഡിംഗ് ടു പെർഫോമൻസ്. പെർഫോമൻസിന്റെ ബേസിൽ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് വൺ, എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. When both parties perform their duties, when the both parties of the contract have fulfilled their respective obligations. ആ ഒരു കോൺട്രാക്റ്റിൽ ഉള്ള രണ്ട് പാർട്ടീസും അവരവരുടെ ലീഗൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്തു കഴിഞ്ഞാൽ അതെന്തായി? എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആയി. Then executory contract. Executory contract, the obligation of the both parties are outstanding, wholly or partially. ഒന്നുകിൽ മുഴുവനായിട്ടോ അതല്ലെങ്കിൽ ഭാഗികമായിട്ടോ ആ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻസ്, അത്തരത്തിലുള്ള കോൺട്രാക്ട്സുകളെ നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയുക. ദെൻ എക്സിക്യൂട്ടറി കോൺട്രാക്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിലുള്ള പാർട്ടീസിൽ ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ
ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാത്ത സിറ്റുവേഷൻ. ദെൻ ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്റ്റിലുള്ള ബോത്ത് പാർട്ടീസും അവരവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാത്ത സിറ്റുവേഷൻസിനെയാണ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുക. ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ്. So we will meet again. Thank you. Thank you for